ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് 5 രൂപ ഖാദി ആൻഡ് വില്ലേജ് സ്റ്റെയിൻലെസ് സ്റ്റീൽ നാണയത്തിൻ്റെ വാല്യൂം ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിൽ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നല്ലൊരു റയർ ആയിട്ടുള്ള നാണയമാണ് ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആ ഒരു നാണയം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന നാണയം ഈ ഒരു നാണയമാണ്. ഖാദി ആൻഡ് വില്ലേജ് 5 രൂപ സ്റ്റെയിൻലെസ് സ്റ്റീൽ നാണയമാണ്. ഇപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു നാണയത്തിന് ഏകദേശം 1600 രൂപ വരെയൊക്കെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റയർ കാറ്റഗറി ഒരു നാണയമാണ്. നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം. അപ്പോൾ 5 രൂപ ഖാദി ആൻഡ് വില്ലേജ് ഈ ഒരു നാണയം നമ്മുടെ സർക്കുലേഷൻ കൊമമറേറ്റീവ് നാണയമാണ്. 2007 ഇന്ത്യ ഗവൺമെൻറ് ഈ ഒരു നാണയം പുറത്തിറക്കിയിരിക്കുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്നത് 5 രൂപയാണ്. ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നുള്ളൊരു മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്ന 6 ഗ്രാം ആണ്. ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്നത് 25 mm ആണ്. ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്നത് സെക്യൂരിറ്റി എഡ്ജാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് എഡ്ജാണ് ഈ ഒരു നാണയത്തിന് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നാണയം സിംഗിൾ മിൻറ്റ് മാർക്ക് നാണയമാണ്. ബോംബെ മിൻറ്റ് മാർക്കിൽ മാത്രമാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പിറകുവശം എന്ന ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻട്രൈറ്റിന് അശോസ്തംഭം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയിട്ട് സത്യമേവ ജയതേ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയിട്ട് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ 5 രൂപയാണ്. അപ്പോൾ 5 എന്ന അക്കം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഭാരത് എന്നുള്ള ഹിന്ദി ലെറ്ററും റുപ്പേ എന്നുള്ള ഹിന്ദി ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. റൈറ്റ് സൈഡ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ പുറകുവശം നമുക്ക് സെൻട്രായിട്ട് തന്നെ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹെഡിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയിട്ട് കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പിക്ചർ സൂചിപ്പിക്കുന്നത് ഖാദി ആൻഡ് വില്ലേജ് കമ്മീഷൻ 50 വർഷമായപ്പോൾ ഈ ഒരു നാണയം പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും താഴെയായിട്ട് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഹിന്ദി ലെറ്റേഴ്സിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയിട്ട് ഈ ഒരു നാണയത്തിൻ്റെ ഒരു വർഷവും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ വർഷം എന്ന് പറയുമ്പോൾ 2007 ആണ്. നമുക്കിവിടെ നോക്കി മനസ്സിലാവും 2007 എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിനടുത്തായിട്ട് തന്നെ ചെറിയൊരു മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ബോംബെ മിൻറ്റ് മാർക്കാണ്. ചെറിയൊരു ഡയമണ്ട് ഷേപ്പിലുള്ള മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പിറകുവശം വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നോക്കി നോക്കാം. അപ്പോൾ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ 50 വർഷമായപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ ഈ ഒരു 5 രൂപ നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു 1000 രൂപ മുതൽ 1600 രൂപ വരെ, അതായത് നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് 1000 രൂപ മുതൽ നല്ലൊരു UNC ടോപ്പ് ഗ്രേഡ് കണ്ടീഷന് 1600 രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റയർ കാറ്റഗറി ഒരു നാണയമാണ്. തീർച്ചയായും ഈ ഒരു നാണയം ഫ്യൂച്ചറിൽ പോകുമ്പോൾ റയർ കാറ്റഗറിയിൽ വരുന്ന ഒരു നാണയമാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു നാണയം നമ്മുടെ പല ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വില കുറഞ്ഞ രീതിയിൽ കിട്ടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു നാണയം ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ മേടിച്ച നാണയമാണ്. ഈ ഒരു 2 നാണയങ്ങളും എൻ്റെ കളക്ഷനിൽ ഉണ്ടായിരുന്ന നാണയമാണ്. ഞാൻ മുന്നേയുള്ള വീഡിയോയിലൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നാണയം ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച നാണയമാണ്. അപ്പോൾ ഈ ഒരു നാണയത്തിന് ഇപ്പോൾ എനിക്ക് കൊടുക്കേണ്ടി വന്ന വില ഏകദേശം 1300 രൂപ വരെ മാർക്കറ്റ് വാല്യൂ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ ഒരു നാണയത്തിന് ഫ്യൂച്ചറിൽ നമുക്കൊരു 1600 രൂപ, ഇപ്പോൾ തന്നെ 1600 രൂപ 1500 രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ ഉണ്ട്. അപ്പോൾ തീർച്ചയായും ഈ ഒരു നാണയത്തിന് ഫ്യൂച്ചറിൽ നല്ലൊരു റയർ കാറ്റഗറി വരുന്ന വില കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നാണയങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.